ഹലോ, നമുക്കിന്നൊരു ജേണലിലുള്ള ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എൻ്റെ കയ്യിലുള്ള വാട്ടർ കളർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ കുറച്ച് ലൈറ്റ് കളേഴ്സും ഉണ്ട്, ഡാർക്ക് കളേഴ്സും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഞാനിനി കുറച്ച് പേപ്പേഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സർക്കിൾ, നമ്മളെ ഇൻസ്റ്റലേഷൻ ആപ്പിലെ അതിൻ്റെ സർക്കിൾ വെച്ചിട്ട് ഞാനൊരു സർക്കിൾ വരച്ചെടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ ചുറ്റും നമ്മളൊരു കേർവ്സ് വരച്ചു കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ വരക്കാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് അങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. പല ഷേപ്സിൽ ഞാൻ വരച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഷേപ്സ് പറയാനാണെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഇറേസറ്, പിന്നെ ഷാർപ്നർ, പിന്നെ ഒരു സ്റ്റാപ്ലറിൻ്റെ ഇത്, പിന്നെ സ്കെയിൽ വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയെല്ലാം ചെയ്തു. ഇനി ഈ ബോട്ടിൽ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. അതിവിടെ വെച്ച് നമുക്ക് കളറടിക്കാം. ഞാൻ ഏറ്റവും ലൈറ്റായിട്ടുള്ള ഒരു പിങ്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ കളേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്കത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഗിവ് അവേയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോഴാണ് നമ്മൾ ഗിവ് അവേൻ്റെ വിന്നറിനെ അനൗൺസ് ചെയ്യാമെന്ന്. ഇപ്പം നമുക്ക് 60 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. ഒരു 40 സബ്സ്ക്രൈബറും കൂടെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗിവ് അവേ വിന്നറിനെ ഞാൻ അനൗൺസ് ചെയ്യും കേട്ടോ. അപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവരോട്. ഗിവ് അവേ കിട്ടിയില്ല എന്ന് വിചാരിച്ചു ഒരു പേടിയും പഠിക്കേണ്ട. കാരണം നമ്മൾ 150 സബ്സ്ക്രൈബേഴ്സ് ആകുന്ന സമയത്ത് വേറൊരു ഗിവ് അവേ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിനുള്ള സാധനം ഞാൻ ഇപ്പോഴേ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കവായി സ്റ്റിക്കേഴ്സാണ് വേണ്ടതെന്ന്. അതുപോലെ തന്നെയുള്ള നമ്മൾ ബോക്സ് ടൈപ്പിലുള്ള കവായി സ്റ്റിക്കേഴ്സ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും 2 ഗിവ് അവേ വിന്നറിനാണ് കൊടുക്കുന്നത്. പിന്നെ അതും കുറച്ച് ലൈറ്റ് മാർക്കേഴ്സില്ലേ, ഹൈലൈറ്റ് മാർക്കേഴ്സ്, അതും ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് തരും. അപ്പോൾ ഞാൻ അത് അനൗൺസ് ചെയ്യുന്ന സമയം ഒരു 150 സബ്സ്ക്രൈബേഴ്സ് ആവുന്ന സമയത്താണ് ആ ഒരു ഗിവ് അവേ നമ്മൾ കൊടുക്കുന്നത്. പിന്നെ എല്ലാവരോടും പറയാനുള്ളത്, കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ട് കാര്യമില്ല, കമൻറ്റ് ചെയ്യണം. കമൻറ്റിൽ നിന്നാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് കുറേ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അവരോടെല്ലാം താങ്ക്സ് കേട്ടോ. അപ്പം പിന്നെ നിങ്ങളോട് പറയാൻ വിചാരിച്ചത്, നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ടോപ്പ് കമൻറ്ററിന് നമ്മളൊരു ഗിവ് അവേ കൊടുക്കുന്നുണ്ട്. ടോപ്പ് കമൻറ്റർ എന്ന് പറയുമ്പോൾ എല്ലാ വീഡിയോക്കും കമൻറ്റ് ചെയ്യണം. സ്ഥിരമായിട്ടുള്ളൊരു കമൻറ്റർ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള ഒരാൾക്കാണ് നമ്മൾ ആ ഒരു ഗിവ് അവേ കൊടുക്കുക കേട്ടോ. അപ്പം അതിനുള്ള സാധനം ഞാൻ വഴി ഓർഡർ ചെയ്യും. ഈ മാസത്തെ ഇനിയില്ല, കാരണം ഈ മാസം നമ്മൾ ഇവിടെ ലാസ്റ്റ് ആയില്ലേ. ഈ മാസം മുതൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ, അത് കുഴപ്പമില്ല. ഈ മാസം മുതൽ കമൻറ്റ് ചെയ്യുന്ന ആളെയും കൂടെ ഞാൻ നോക്കി വെക്കും. എന്നിട്ട് അടുത്ത മാസം നമുക്ക് അയാൾക്ക് കൊടുക്കാം. ഈ മാസം ഇനിയില്ല, അടുത്ത മാസം ഒരു ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു വിന്നറിനെ അനൗൺസ് ചെയ്യാം. അപ്പം ഇവിടെ ഇപ്പം ഞാൻ ചെയ്തത്, നമ്മൾ ഉള്ളിലുള്ളത് ഒരു കട്ടർ വെച്ചിട്ട്, ഉള്ളിലുള്ള ഒരു പാട്ട് കട്ടർ വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ചുറ്റും നമ്മൾ ഈ കേർവ്സ് ഇല്ലേ, അതിന് കുറച്ച് വൈറ്റ് സ്പേസ് വിട്ടതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു പെൻസിലിൻ്റെ ഇതില്ലേ, അത് മായ്ച്ചളയാം കേട്ടോ. പിന്നെ ഞാൻ വിചാരിച്ചു ഭയങ്കര ലൈറ്റ് കളേഴ്സ് ഇല്ല, അപ്പോൾ ബോർഡേഴ്സ് തിരിയുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് അവിടെ തന്നെ നിന്നോട്ടേന്ന്. അപ്പം നമ്മൾ ഗിവ് അവേൻ്റെ കാര്യം മറന്നുകൊണ്ടാ, വേഗം പാർട്ടിസിപ്പേറ്റ് ഇല്ലാത്തവർ വേഗം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം അടിപൊളി ഗിവ് അവേ ആണ്. നമ്മൾ 2 ആൾക്കാർക്കാണ്, 2 ആൾക്കാർക്കാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത്. അപ്പോൾ മറന്നു പോവണ്ട കേട്ടോ. അങ്ങനെ ഇപ്പോൾ നമ്മളെ സാധനതാ ഇങ്ങനെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാനിതാ ബാക്കിയുള്ളതെല്ലാം അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പം ഫുൾ ലൈറ്റ് കളേഴ്സാണ്, പിങ്ക്, ഇതാ കണ്ടോ, അങ്ങനത്തെ കളേഴ്സാണ് ഞാൻ എടുത്തത്. അപ്പം നമ്മളെ സാധനം സെറ്റായിട്ടുണ്ട്. അപ്പം ഗിവ് അവേൻ്റെ കാര്യം മറന്നു പോകണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.